ഹലോ ഗായ്സ്, എല്ലാവരും പരിചയമുള്ള നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അവലെങ്ങനെ വിളയിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞങ്ങൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനുള്ള ഐഡിയ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സൂത്രധാരത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇതിന് മുമ്പ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ പോയ സമയത്ത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. എൻ്റെ ആൻറ്റിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 2 ശർക്കര എടുത്ത് അതിനകത്ത് ഇടും. ഇതെന്ത് ചതയ്ക്കുന്നത്, പിന്നെ ഏലക്കയും ജീരകവും കൂടെ ചതയ്ക്കുന്നതിൻ്റെ അകത്ത് ഇട്ടിട്ട് ചതയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അവലാണ്. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അവൽ. ഇനി അടുത്തത് എന്ന് പറയുന്നതാണ് എന്താണ്, തേങ്ങ. നമ്മുടെ തേങ്ങ അത് ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ കുറച്ച് ഇതായിപ്പോയി. നിങ്ങൾ നാട്ടിലാണെങ്കിൽ ചിരവിയിട്ടുള്ള മുഴുവൻ തേങ്ങ ചിരവിയിട്ടുള്ളത്, പാതി തേങ്ങ ചിരവിയിട്ടുള്ളതില്ലേ, അതാണ് ഗൈസ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ ശർക്കര ഇവിടെ ഇതാവുന്നുണ്ട് ഗൈസ്. നമ്മൾ വെള്ളത്തിൽ ഗ്യാസ് ഓൺ ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് ശർക്കര ഇട്ട് ഇത് ചെയ്യണം. പിന്നെ നമ്മുടെ തേങ്ങ ഇവിടെ ഉണ്ട്. ഇവിടെ ഏലക്കയും ജീരകവും കൂടെ ചതയ്ക്കണം. ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പൊടിയാൻ നല്ല ഇതാണ്. മീൻസ് ഏലക്കയും ജീരകവും കൂടെ ചതയ്ക്കുന്ന സമയത്ത് വളരെ നല്ലതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഏലക്കയും ചതയ്ക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മളിവിടെ ചതച്ച്, മീൻസ് ഏലക്കയും ജീരകവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ ശർക്കര 2 ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. മീൻസ് 2 കട്ടിയായിട്ടുള്ള രീതിയിലുള്ള ശർക്കര ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ശർക്കര അങ്ങോട്ട് ഉരുക്കിയെടുക്കണം. അതാണ് ഗൈസ് നമ്മുടെ മെയിൻ പരിപാടി. നെയ്യോ ബട്ടർ മതിയോ? ഇല്ല ഇല്ല അല്ല, അടിപൊളിയായിട്ട് നമ്മളിത് ചെയ്യണം ഗൈസ്. നല്ല തിളച്ച് വരുന്നുണ്ട് ഗൈസ്. കാണാൻ നല്ല രസമുണ്ട് തിളയ്ക്കുന്ന കാണാൻ. ഒരു ബ്ലഡിൻ്റെ ഒക്കെ കളർ പോയിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ട് എങ്ങനെ ചൂടാക്കണം നിർബന്ധമില്ല. ഫ്രോസറിലിരുന്നല്ലേ, ഫ്രോസൺ തേങ്ങയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചൂടാക്കി എടുക്കണം. അല്ലെങ്കിൽ നോ പ്രോബ്ലം ഗൈസ്. പ്രാവശ്യം ക്യാമറമാനൊക്കെ ഞാനാണ് ഗൈസ്. നേരത്തെ പ്രാവശ്യം നമുക്ക് പല പല ക്യാമറമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ക്യാമറ എടുക്കേണ്ട അവസ്ഥ എന്ത് ചെയ്യാനാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. എൻ്റെ പുറകെ ആൾക്കാർ വരുമായിരുന്നു. മീൻസ് എൻ്റെ ക്യാമറമാൻ ആരാന്നറിയില്ല ഗൈസ്. അതിനെ ഉണ്ണിച്ചേട്ടൻ അറിയില്ല. ക്യാമറമാൻ ആരാന്ന് അറിഞ്ഞൂടാ. ഉണ്ണിച്ചേട്ടയും ആദ്യമാണ് എൻ്റെ ക്യാമറമാൻ. 2 പേരും മാറി മാറി ഞങ്ങൾ വീഡിയോ എടുക്കും. ഞാൻ ഇതുപോലെ ഇൻട്രോ എടുക്കും. പിന്നെ ആ ഗൈസ്, നമ്മുടെ ഉരുകി വന്ന ശർക്കരയിലോട്ട് നമ്മൾ നമ്മുടെ തേങ്ങ ഇടണം ഗൈസ്. ഉരുക്കിയെടുത്ത നമ്മുടെ ശർക്കരയിലോട്ട് നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങ, ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ചൂടാക്കിയത്. നിങ്ങളാരും മറക്കരുത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റേ ഇങ്ങനെ പറ്റണം എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇത് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതാവൂലേ, അതുപോലെ തന്നെ ആകണം. വെള്ളം ഒന്ന് അതിനകത്തോട്ട് ഇതാകണം. പക്ഷേ അതിൻ്റെ അകത്ത് വെള്ളമല്ല, ഇത് ശർക്കരയുടെ പാനി, അതൊന്ന് ഇതുപോലെ ആക്കണം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നമ്മുടെ അവലെടുക്കണം. മീൻസ് നമ്മൾ ഫുൾ അവലെടുത്തിരിക്കണം. മീൻസ് അവൽ അതിൻ്റെ കവർ നമ്മൾ കളയണം, കവർ ആവശ്യമില്ല. അപ്പം നമ്മൾ നമ്മുടെ വെള്ളാവൽ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, ടേസ്റ്റിയാണ്. ഞങ്ങളുടെ കയ്യിൽ പിന്നെ ശർക്കര, മീൻസ് നമ്മുടെ കറുത്ത ശർക്കര ഉണ്ടെങ്കിൽ അതും നല്ല ടേസ്റ്റിയാണ്. പക്ഷെ ഇപ്പോൾ കറുത്ത ശർക്കര ഇല്ലാത്തതുകൊണ്ട് ബ്രൗൺ ഓക്കെ ഗൈസ്, ഇത് കറുത്ത ശർക്കര തന്നെയാണ്. ഇതാണ് ഗൈസ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ, ഇത് വെള്ളാവലല്ലേ,
ആ ഓക്കെ ഗൈസ്, ഇത് ബ്രൗൺ അവലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്നും കൂടെ, അല്ലെങ്കിൽ നിങ്ങളിലുള്ള അവൽ നിങ്ങൾ വെള്ള അവലായിട്ട് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് പിന്നെ കുറച്ചും കൂടെ നല്ലതാണ് ഗൈസ്. നല്ല ഇത് ബ്രൗൺ അവലാണ് ഗൈസ്. വെള്ള അവലാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അതിൻ്റെ പേര് റെഡ് അവൽ തിക്കെന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഈ അവലിൻ്റെ പേര് വരുന്നത് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. ഇത് ബ്രൗൺ അവലാണ് ഗൈസ്. അപ്പോൾ ഇനിയും നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വെള്ള അവൽ മേടിക്കാനായിട്ട് എല്ലാവരും നോക്കേണ്ടതാണ് ഗൈസ്. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുകൂടെ ഏകദേശം വറ്റി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഇതിടുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് ഇട്ടിട്ടുണ്ട്. നമ്മളിത് നല്ലോണം വച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ജീരകവും ഏലക്കയും പഞ്ചസാരയും കൂടെ ഉണ്ടെങ്കിൽ പൊടിയാൻ വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ഇതാവും ഗൈസ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. കണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഏലക്കയും ജീരകവും പിന്നെ പഞ്ചസാരയും കടക്കുന്നു ഗൈസ് ഇവിടെ. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യണം, മിക്സ് ചെയ്യണം. മിക്സ് ഇറ്റ് വെരി നൈസ്ലി. വെള്ളമൊക്കെ പറ്റിക്കണം. ഓക്കെ, ഇതിനകത്തുള്ള ആ ശർക്കരയുടെ വെള്ളമെല്ലാം നമ്മൾ നല്ലോണം പറ്റിച്ചെടുക്കണം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ഷെഫിനെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പേര് പറയൂ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. കുറച്ചൊക്കെ പറയണം, ഇത്രയൊന്നും നാണം കുറിക്കൊന്നും ആവാൻ പാടില്ല. ഗൈസ്, പേര് പറയട്ടെ. പേരെന്ന് പറയുന്നത് ജിൻസി എന്നാണ് ഗൈസ് പേര്. അപ്പോൾ പറഞ്ഞില്ല യെസ്. ഇത് ആൻറ്റി, ഞാൻ വിളിക്കുന്നത് അമ്മായിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ശർക്കരയുടെ ഇതൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് ഗൈസ്. പറ്റിയിട്ടുണ്ട് ഗൈസ്. ആ വെള്ളമെല്ലാം നല്ലോണം പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇതും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചൂട് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ഈ ചട്ടിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ചൂടായിട്ടുള്ള ചട്ടി എടുക്കുമ്പോൾ പൊള്ളാനായിട്ടുള്ള ചാൻസ് നിങ്ങൾ നോക്കേണ്ടതാണ്. അതുകൊണ്ടൊരു ടവൽ യൂസ് ചെയ്തിട്ട് വേണം ചൂടായിട്ടുള്ള ചട്ടികളൊക്കെ എടുക്കാൻ. ഓക്കെ, ചൂടാറട്ടെ. അപ്പോഴേക്കും ചായ ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, ചായ അതും നമ്മുടെ മാസ്റ്റർ ഷെഫ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മാസ്റ്റർ ഷെഫാണ് ഗൈസ്. മാസ്റ്റർ ഷെഫ് ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി മാസ്റ്റർ ഷെഫാണ് ഗൈസ്. അമേസിങ് മാസ്റ്റർ ഷെഫാണ് ഗൈസ് ആ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ അവൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം ഗൈസ്. മീൻസ് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 1 ഗ്ലാസ് പാല്, മീൻസ് 2 പേർക്കുള്ള ചായയാണ്. 1/2 ഗ്ലാസ് 1 ഗ്ലാസ് പാല് 2 പേർക്കായതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് പാല് 1 ഗ്ലാസ് വെള്ളമാണ് ഗൈസ് വേണ്ടത്. അതാണ് ഗൈസ് എൻ്റെ മാത്തമാറ്റിക്സ്. അപ്പോൾ നമ്മളുള്ള മാത്തമാറ്റിക്സ് ഇതെൻ്റെ ഫേവറേറ്റ് എസ്തറ്റിക് കപ്പാണ് ഗൈസ്. ഒരു ദിവസം സഫാരി പോയപ്പോൾ എനിക്ക് ഏതെങ്കിലും കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്കായിട്ട് എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി ഞാൻ എന്തെങ്കിലും കപ്പോ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കാണും. കഴിഞ്ഞ ദിവസം ഞാൻ R&Bയിൽ പോയപ്പോഴും അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തു. അതൊരു പിങ്ക് കളർ ഡ്രസ്സായിരുന്നു. എനിക്ക് അവിടെ അതിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ ഭയങ്കര അങ്ങോട്ട് വിഷമമാണ്. അവിടെ ഞങ്ങൾ ഒരു ദിവസം സഫാരി പോയപ്പോൾ മേടിച്ചൊരു കപ്പാണ് ഗൈസ്. നല്ല അടിപൊളി. ഇത് ഗ്രാൻഡ് മാളാണ്. സഫാരിയോ ഗ്രാൻഡ് മാളെന്നാണ് ഗൈസ്. ഞങ്ങളൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് നടന്നു ഗൈസ്. അപ്പം മേടിച്ച കപ്പാണ് ഗൈസ്. നല്ല കപ്പാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല പിങ്ക് കളറൊക്കെ നല്ലൊരു എസ്തറ്റിക് വൈബുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. എസ്തറ്റിക് വൈബുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ guys, look at that. This is my cousin sister guys. Hello guys. ഇൻട്രോ ഒക്കെ എടുക്കുന്നത് ഇനി അടുത്ത് പുതിയ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇൻട്രോ എടുക്കാനും. വിശക്കുന്നുണ്ട്. ആ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ കസിൻ സിസ്റ്റർ. ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കാം. ആൾ ഇന്ത്യയിലാണ് ഗൈസ്. ഞാൻ ഇന്ത്യയിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു റെയിനി ഡേനെ കുറിച്ച് വെച്ചിട്ട്. ലുക്ക് അറ്റ് ദാറ്റ്. ഞാൻ പറഞ്ഞത് ഇവളാണ് ഗൈസ്. ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞത്. മോനോട്ടനെ വിളിക്കണേ ഞാൻ ഉണ്ടായിരുന്നില്ലേ ഗൈസ്.
മോനൂട്ടൻ ഉദ്ദേശം എൻ്റെ ബ്രദറിനെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളുടെ അടുത്തത് ചായപ്പൊടിയാണ് ഗൈസ് നമ്മൾ ഇടേണ്ടത്. ഹൈ ടീ. അതെ ഗൈസ് അടിപൊളി ചായപ്പൊടിയാണ് എന്ന് തോന്നുന്നു. ഇതുവരെ ഞങ്ങൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഹൈ ടീ എന്ന് പറഞ്ഞ ചായപ്പൊടിയുടെ പേരാണ്. നേരമില്ലല്ലോ ഗൈസ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ മിണ്ടാൻ നേരമില്ല എന്നുള്ള പരാതി കുറച്ചിലാണ് ഗൈസ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഹൈറ്റിയാണ് ചായപ്പൊടിയിൽ ഏറ്റവും മികച്ചതും കടുപ്പമുള്ളതും. അതെ ഗൈസ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, പ്രൊമോഷൻ ഒന്നും ആരും വിചാരിക്കില്ല. എനിക്കും എൻ്റെ തങ്കുവിനും ഇഷ്ടം ഇതെന്നാ പറഞ്ഞ കഴിക്കണേ അമ്മയുടെ ഏറ്റവും കൂടുതൽ അമ്മയ്ക്കും തങ്കുവിനും ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്ന് ചോദിച്ചപ്പോൾ അമ്മേനെ എന്ന് പറഞ്ഞിരിക്കുന്ന സ്വീറ്റ് മറുപടി ഒന്ന് നിങ്ങൾ കേൾക്കണം ഗൈസ്. എന്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മോളുടെ ഒരു അമ്മേനോടുള്ള സ്നേഹം നിങ്ങളൊന്ന് കാണേണ്ടതാണ് ഗൈസ്. എന്ത് അടിപൊളി നല്ല സ്നേഹമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ചായയിലോട്ട് പോകാം ഗൈസ്. എനിക്കിവിടെ അവധിയാണ് മാഡം. പക്ഷെ എനിക്കിനി 7 ദിവസം കൂടെ ഉള്ളു. എനിക്കിനി സ്കൂൾ തുറക്കും. 7 ദിവസം കൂടെ ഉള്ളു. പക്ഷേ 2 ദിവസം 7 ദിവസം കൂടി 7 ദിവസം 7 ദിവസം. ആ 2 മാസം കിട്ടും തരുമോക്ക്. എനിക്കാകെ ഇനി 7 ദിവസം കൂടെ ഉള്ളു. ഉണ്ണിച്ചേട്ടായി പറഞ്ഞു അച്ചാച്ചനൊക്കെ ഇങ്ങോട്ടരാ. ജന്മോളെ വേണ്ട, ചുമ്മാ പറഞ്ഞ ചോദിച്ചായിരുന്നു ജനിമോളെ കൂടെ കൊണ്ടുവരുവാണെങ്കിൽ രസമായിരുന്നു പറഞ്ഞത്. ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ. എവിടെയാ പോയത്? തണുപ്പ് രാജ്യം ഇവിടെ UK കേരള ഫിൻലാൻഡ് മറ്റിവിടെയാ വന്ന UK ന്യൂസിലാൻഡാ സ്വിറ്റ്സർലൻഡാ? തണുപ്പ് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ തണുപ്പുണ്ടല്ലോ. ആ മഞ്ഞുള്ളത് എവിടെയാ? ഇവിടെ ആയിരിക്കും. എന്നാ മണാലിയാണോ? മണാലി കാശ്മീരാ? എന്ത് വന്നു? നല്ല അടിപൊളി ചായയാണ് ഗൈസ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ അവൽ നമ്മൾ ചൂടാറിയ മറ്റേ തേങ്ങയുടെ ഇതുണ്ടല്ലോ ഗൈസ്, ശരിക്കും ചേരാനായിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴക്കണം ഗൈസ്. എങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുള്ളൂ ഗൈസ്. അവലും തേങ്ങയും ശർക്കരയും ജീരകവും ഏലക്കയും കൂടെ ഇട്ട് പൊടിച്ചതിനകത്തോട്ട് നമ്മൾ അവലും കൈയും കൂടെ അവലും തേങ്ങയും കൂടെ കൈയും കൊണ്ട് മിക്സ് ചെയ്യണം ഗൈസ്. എങ്കിൽ അതിൻ്റേതായ എല്ലാം കൂടെ മിക്സ് ആയി അതിൻ്റേതായ നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അമ്മുച്ചേച്ചിനോ അവൽ ഒന്നിനും ഇഷ്ടമാണോ അവല് ഗൈസ്? ചുമ്മാ പറയാ ഗൈസ്. ജനിമോൾ ഈസ് വെരി വെരി നോട്ടി, റൈറ്റ് അല്ലേ? നോട്ടി ഫണ്ണി ഗൈസ്. നമ്മുടെ ചായ എവിടെയുണ്ട് ഗൈസ്? അത് ശരി പറയുന്ന മാഡത്തിന് എല്ലാം പറയുന്നു. നിനക്ക് നാളെ പരീക്ഷയില്ലേ? പോലും പഠിക്കണേ. പിന്നെ ഞാൻ കുറേ പഠിച്ചു. എന്നാൽ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഒരു ചോദ്യം എൻ്റെ അടുത്ത് പറ. എന്നിട്ട് ഞാൻ എൻ്റെ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ പറയണേ. എൻ്റെ ആൻസർ അമ്മ ചേച്ചിന്നാ. ഓക്കെ ഗൈസ്, നമ്മുടെ അവരിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഓസം.
ഗൈസ് ലെറ്റ്സ് ട്രൈ ഇറ്റ്. നൈസ്. മധുരം ഉണ്ടോ അമ്മു? ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഗൈസ് നമ്മുടെ ചായ തിളച്ചിരിക്കുന്നു ഗൈസ്. നമുക്കിത് ഓഫ് ചെയ്യണതായിട്ടുണ്ട്. ചെയ്യട്ടെ. തിളക്കട്ടെ ശരി. ഓക്കെ ഗൈസ്, ശരിക്കും തിളക്കട്ടെ. മധുരം നോക്കിയാൽ അമ്മ ഇച്ചിരി കുറവ് പോരാ. എന്നതാ ജന്ന? അപ്പോൾ ഗൈസ് നമ്മുടെ ചായ ഇവിടെ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. നമ്മുടെ അവലിവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ അവളിൽ ഇച്ചിരി മധുരം കുറവുണ്ടെന്ന് തോന്നുന്നു. ശർക്കര ഇച്ചിരി കുറവ്. ശർക്കര ഇച്ചിരി കുറഞ്ഞു പോയി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ചായ റെഡി ആയിരിക്കണം ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു വിളിക്കാൻ മറക്കരുത്. ബൈ.